നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജപ്പാൻ ടൂർ തുടരുകയാണ്. ബെന്നീസ് റോയൽ ടൂർസിനോടൊപ്പമുള്ള 30 പേരടങ്ങുന്ന സംഘവുമായിട്ട് നമ്മളിപ്പോൾ 4-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 4-ാം ദിവസം നമ്മൾ പോകുന്നതാണ് ഈ ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം. അത് ആൽപൈൻ റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. റൂഫ് ഓഫ് ജപ്പാൻ എന്നാണ് അറിയുന്നത്. അതായത് മനസ്സിലായി കാണുമല്ലോ, ജപ്പാൻ്റെ ഏറ്റവും ഉയർന്നുള്ള ഭാഗത്തേക്കാണ് ഈ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് ടാറ്റയാമ കുരോബെ എന്നാണ്. ടാറ്റയാമ കുരോബെ ആൽപൈൻ റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആൽപൈൻ റൂട്ട് എന്ന് പറയുന്നത് ലോകത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ ഈ മഞ്ഞ് വെട്ടിയെടുത്ത പാതകളിലൂടെയുള്ള യാത്രയാണ് ആൽപൈൻ റൂട്ടിനെ ദ്യോതിപ്പിക്കുന്നത്. നമ്മൾ ഇന്നലെ എത്തിയത് കോഫു എന്ന സ്ഥലത്താണ്. കോഫുവിൽ നമ്മൾ ഈ താമസിച്ച ഹോട്ടലിൽ വരുന്ന സ്റ്റാൻലി കെനാബി എന്ന ഹോട്ടലാണ്. പക്ഷേ രാത്രി ലേറ്റായിട്ടാണ് എത്തിയത്. ഇപ്പോൾ രാവിലെ നമ്മൾ പുറപ്പെടുകയായി. അപ്പോൾ ഈ ഒരു ആൽപൈൻ റോഡിലൂടെ നമ്മൾ പോകുന്നത് പല തരത്തിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചാണ്. അതായത് നമ്മൾ ബസ്സിൽ പോകും, കേബിൾ കാറിൽ പോകും, ട്രെയിനിൽ പോകും. അങ്ങനെ പല തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു വിശാലമായ ആൽപൈൻ റോഡ് മുഴുവനായിട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഏറ്റവും മനോഹരമായ കാര്യം കേട്ടിരിക്കുന്നത് ഐസ് കോറിഡോർ എന്ന ഒരു സംഭവമാണ്. അതായത് 2 സൈഡിലും മാനമുട്ട ഉയരത്തിൽ ഐസ് വെട്ടിയെടുത്ത് അതിൻ്റെ അത്ര ബസ് പോകുന്ന സംഭവം. ഇതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആൽപൈൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി നിർത്തിയൊരു ഹോട്ടലാണിത്. ഒരു ഹോളിഡേ ഇന്നാണ്. അതിമനോഹരമായൊരു സ്ഥലമാണിത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ കഴിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ബർഗർ കഴിച്ചിട്ട് ഇവിടുന്ന് യാത്ര തുടരുകയാണ്. അരമണിക്കൂർ കൂടി നമ്മൾ നമ്മുടെ ബസ്സിലായിരിക്കും പോകുന്നത്. അതിനുശേഷം ഈ ആൽപൈൻ റോഡ് മൊത്തത്തിൽ ഒരു ട്രാവൽ കമ്പനിയാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബസ്സുകൾ, അവരുടെ ട്രാം, അവരുടെ കേബിൾ കാർ, അങ്ങനെ പല ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങളിൽ അവർ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കാടിൻ്റെ ഒരു ഭംഗി ഗംഭീരമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തഴച്ചു വളരുന്ന കാടുകളല്ല, പൈൻ ഫോറസ്റ്റുകളൊക്കെയാണ് അധികവും. പക്ഷേ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു മനോഹാരിതയും ആംബിയൻസും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ആൽപൈൻ റൂട്ടിലെ ഫസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരെയുള്ളൂ നമ്മുടെ ബസ്. ഇതിനുശേഷം നമ്മളിനി ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ബസ്സുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ട്രാമിലും കേബിൾ കാറിലും ഒക്കെ ആയിട്ടാണ് ഇനി നമ്മൾ മുകളിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ ചെറിയ മഴ പെയ്തിട്ട് അതിമനോഹരമായ മൂടൽ മഞ്ഞ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനും മുകളിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെയൊക്കെ മഴയാണോ എന്നറിയില്ല. ഫസ്റ്റ് സ്റ്റേഷന് ഒരു പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് വായിക്കാവേ, ഒരു മിനിറ്റ്. ഒഗിസാവ സ്റ്റേഷൻ എന്നാണ്. ഇത് 1245 മീറ്റർ എബോവ് സീ ലെവലാണ്. ഇതാ ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യം കുറച്ച് ദൂരം ബസ്, പിന്നെ അവിടെ നിന്നൊരു ചെറിയ ബോട്ട്, അതിനുശേഷം വീണ്ടും റോഡ്, പിന്നെ കേബിൾ കാറ്, വീണ്ടും ബസ്, അതിനിടയ്ക്കൊരു ട്രെയിന്, അങ്ങനെയുള്ള പല പല രൂപത്തിലാണ് നമ്മൾ താഴെ എത്താൻ പോകുന്നത്.
ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയാവുന്നു. വൈകുന്നേരം 5:30 വരെ നീളുന്ന ഒരു പരിപാടിയാണ് നമ്മളീ പോകുന്ന ആൽപൈൻ ട്രിപ്പ്. ആദ്യം നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ബസ്സിലാണ്. അത് 2nd ഫ്ലോറിലാണ്. ആദ്യം അങ്ങോട്ട് പോകാം. സ്റ്റഫ് ചെയ്തൊരു കരടി. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലെ ലൈവായിട്ടുള്ള ടെമ്പറേച്ചർ എഴുതിയിട്ടുണ്ട്. 6.1, 5.7 ഒക്കെയാണ്. 2450 മീറ്റർ അബോവ് സീ ലെവലൊക്കെയാണ്. ഇതാണ് നമ്മൾ കയറാനുള്ള ടിക്കറ്റ്. താങ്ക് യു. ഇലക്ട്രിക് ബസ്സിലേക്ക് കയറാൻ വേണ്ടിയുള്ള പോക്കാണ്. buses are standing here. Morning. ബസ്സിൽ കയറി. ഇതാണ് ഇലക്ട്രിക് ബസ്. ടണൽ ഓ ഗഡിലൻ ടണലാട്ടോ. ഇവിടെ എല്ലാം ടണലുകളാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന വലിയ വലിയ മലകൾ തുരന്ന് പോവുകയാണ്. ഇത് ഇലക്ട്രിക് ബസ് കൂടി അതുകൊണ്ട് ഒരു ശബ്ദവും ഇല്ല. അതെ, അവിടെ ഇച്ചിരി സമയം എടുക്കും. വലിയ ഇറക്കമൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല ദൂരമായിട്ടാണല്ലോ. ഒയ്യോ, ടണൽ കിടക്കുന്നുണ്ടോ? എത്ര ദൂരമാണോ? അങ്ങേ അറ്റത്ത് കാണാൻ പറ്റാത്ത എത്ര ദൂരം ടണലുണ്ട്. ഇവിടെ പല സ്ഥലത്തും തുരങ്കം 2 വശത്തേക്കൊക്കെ പിരിയുന്നുണ്ട്. ഏതാണ്ട് അടുത്ത സ്റ്റേഷൻ ആകാറായും തോന്നുന്നു. ഇതൊരു വമ്പൻ നീണ്ട ടണൽ തന്നെയായിരുന്നു. ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ സംഭവം. സ്റ്റേഷൻ, ഇതൊരു സ്റ്റേഷൻ. അടുത്തൊരു സ്റ്റേഷൻ തിരികെയാണ് കുരോബെ ഡാം. ഇവിടെ ഒരു വമ്പൻ ഡാമുണ്ട്. ഇവിടെ നമ്മൾ നിർത്തുകയാണ്. നമ്മൾ കാണാൻ പോകുന്ന ഡാമിൻ്റെ 1:186 പ്രൊപ്പോർഷനിലുള്ള ഒരു സ്കെയിൽ മോഡലാണിത്. നമ്മളിനി താഴേക്ക് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങുകയാണ് ഡാം കാണാൻ വേണ്ടി. 60 സ്റ്റെപ്പുണ്ട്. വീണ്ടും ഒരു ടണലിൽ കൂടെ നടക്കുന്നു. കുറച്ച് ദൂരമുണ്ട് ടണൽ. ഇവിടെ വീണ്ടും ഒരു പിരിവുണ്ട് ടണലിന്. പക്ഷേ നമ്മൾ നേരെ തന്നെ പോകുന്നു. ഇതൊക്കെ ഡാം പണിത കാലത്ത് 1962 ചില കാഴ്ചകളൊക്കെയാണ്.
അങ്ങനെ നമ്മൾ വെളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വാവ്, ഇത് തുറക്കുന്ന ഒരു ഗംഭീര സംഭവത്തിലേക്കാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മേ, എന്തൊരു ഭംഗി. മുകളിൽ മഞ്ഞുമലയാണ് കാണുന്നത്. മഞ്ഞുമല ഇന്നൊരു ചെറിയ മഴ പെയ്തുകൊണ്ട് അങ്ങനെ ഗംഭീരമായ കാഴ്ച. ഇത് ജാപ്പനീസ് ആൽപ്സ് എന്നാണ് ഈ മലനിരകൾ അറിയപ്പെടുന്നത്. അതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. വാവ്, ഇതാണ് കുറോബെ ഡാം. നല്ല നീല സ്ഫടികതുല്യമായ ജലം. ടിബറ്റിലൊക്കെ കാണുന്ന ലേക്കിലെ പോലെയുള്ള നീലജലം. മുകളിലെ സ്റ്റേഷനൊക്കെ നമുക്ക് കാണാം. ഇതൊരു ഗംഭീര ഇൻഫ്രാസ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മലമുകളിലേക്ക് എത്താൻ വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കണ്ടു പഠിക്കണം. അത് ഡാമിൽ കൂടെ നടക്കാം. യെസ്, ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്. വാവ്, താഴെ വരെ കാണാവുന്ന അതിമാരകമായ ഒരു കാഴ്ചയാണ്. ജപ്പാൻകാരുടെ ടെക്നോളജി എല്ലാം കാണണമെങ്കിൽ ടെക്നോളജിക്കൽ മാർവൽ, എന്തായിരുന്നു ടെക്നോളജിക്കൽ മാർവൽ എന്ന് വിളിക്കാവുന്ന സാധനമാണിത്. എൻ്റെ അമ്മേ, ഇവിടെ ബോട്ടൊക്കെ ഓടുന്നുണ്ട് ലേക്ക് കൂടി. ചെറിയതായിട്ട് വെള്ളം ഇങ്ങനെ ഒരു പൈപ്പിൽ കൂടെ വരുന്നു. പക്ഷെ നല്ല ഫോഴ്സുണ്ട്, നല്ല ശബ്ദമുണ്ട്. നമ്മൾ വന്നിറങ്ങിയ ആ ബസ്സിൻ്റെ സ്റ്റേഷനാണ് കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ 60 സ്റ്റെപ്പ് ഇറങ്ങി ഒരു തുരങ്കത്തിൽ കൂടെ നടന്നാണ് ഇപ്പോൾ താഴെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. ടരയാമ മുരോഡോ കുറബക്കോ സ്റ്റേഷൻ. വീണ്ടും നമ്മളൊരു ടണലിൽ കൂടിയാണ് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ പല പല ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ കയറുമെന്ന് പറഞ്ഞല്ലോ. ഇതാണ് അതിലൊന്ന്, കേബിൾ കാർ. ഇത് ഇവിടുത്തെ ഒരു ലേക്ക് കാണിക്കുന്നു. ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന സ്നോ കോറിഡോർ. രണ്ട് വശത്ത് ഉയർന്നു നിൽക്കുന്ന ഐസ് മലകൾക്ക് നടുവിലൂടെ ബസ് ഓടുന്നു. ഇത് ഇവിടെ തന്നെ നമ്മൾ ഓടിപ്പോകുന്ന പാതകളിലൊന്ന്. ഇത് മൊത്തത്തിൽ ഈ ഒരു ആൽപൈൻ ടൂറിൻ്റെ റൂട്ടാണ്. ഇതൊക്കെ ഈ സ്ഥലങ്ങൾ ഓരോരോ ഋതുഭേദങ്ങളിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഇതിവിടുത്തെ 350 മീറ്റർ ഉയരമുള്ള ജപ്പാനിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ. അതും ഈ വഴി തന്നെയാണ്. ഇത് ഗ്രൂപ്പിന് കയറാനുള്ള ഗേറ്റാണ്, ഗ്രൂപ്പ് ഗേറ്റ്. അവിടുത്തെ ട്രെയിനാണോ? അങ്ങനെ നമ്മൾ അടുത്ത കേസ് പിടിക്കാൻ പോവാണ്. ഈ സ്റ്റെപ്പ് മുഴുവൻ കയറണം. എന്നിട്ട് ഇവിടെ ഈ കാണുന്നത് പോലെയുള്ള കേബിൾ കാർ അല്ല കേട്ടോ, ഇതൊരു ഫ്യൂനിക്കുലർ ട്രെയിനാണ്. ഫ്യൂനിക്കുലർ അത് ഞാൻ ചുമ്മാ വെച്ചതേ ഉള്ളൂ, എൻ്റെ പോക്കറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ അവിടെ ഫ്യൂനിക്കുലർ യാത്ര ആരംഭിക്കുകയാണ്.
കുരോബെക്കോ സ്റ്റേഷനിൽ നിന്നുള്ള യാത്രയാണ്. മുന്നിലും പിന്നിലും ഡ്രൈവറുണ്ട്. ഇപ്പം മുൻഭാഗത്ത് ആണിപ്പോൾ ഇന്നത്തെ ഡ്രൈവർ. തിരിച്ചു വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഇരിക്കാൻ തോന്നുന്നു. ഇത്രയേ ഉള്ളൂ കൺട്രോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ഇതിനുശേഷം നമ്മൾ കേബിൾ കാറിൽ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഫ്യൂണിക്കുലറിലാണ്. മനുഷ്യനുണ്ടാക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ, മനുഷ്യൻ സമ്മതിച്ചു. പിന്നെ എത്ര പേര് മരിച്ചു കാണും ഇതൊക്കെ പണിയാനിടയ്ക്ക്. വരെ മുകളിലേക്ക് എത്തിയിട്ടില്ല. 7-8 മിനിറ്റ് മുകളിലേക്ക് എത്താൻ വേണം. ഇതൊരു എന്താ പറയേണ്ടത്, ആർക്കിടെക്ചറൽ മാർവൽ എന്ന് വിളിക്കാവുന്നൊരു സംഭവമാണ്. ഇത്രയും നേരം ഈ ഒരു ഹൈറ്റിൽ തുരങ്കം പണിത് ഇതാ നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇനി ഇവിടെ നിന്ന് കേബിൾ കാർ. അങ്ങനെ പല പല സ്റ്റേജിലായിട്ട് പല പല ഹൈറ്റുകളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇനി കേബിൾ കാർ കയറുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇവിടെ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ഇവിടെ നല്ല സ്നോ ക്ലാഡഡ് മൗണ്ടൻസ്. അടിപൊളി അടിപൊളി. എന്ത് ഭംഗി, മഞ്ഞേക്കാണ് അല്ലേ. ലാൽ ജോസ് പകർത്തുന്ന മഞ്ഞ് മലകളുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇനി കേബിൾ കാറിലേക്കുള്ള യാത്രയാണ്. അതിനുള്ള ക്യൂ ആണിത്. ഇവിടെ ഇപ്പോൾ 1828 മീറ്ററാണ്. ഇതാ കേബിൾ കാർ മുകളിൽ നിന്നും വരുന്നു. നിറച്ച ആളുമായിട്ട് അവരിറങ്ങിയിട്ട് വേണം നമുക്ക് കയറാൻ. 80 പേർക്ക് കയറാവുന്ന കേബിൾ കാറാണ്. ഇപ്പം നമ്മൾ കേബിൾ കാർ പൊങ്ങുകയാണ്. ഇതാ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ആരംഭിക്കുന്നു. വാവ് വാവ്. എല്ലാം ഉണങ്ങി നിൽക്കുക, എല്ലാം സ്നോ കാരണം. അവിടെ ലേക്ക് കാണുന്നുണ്ടോ? അതെനിക്ക് ബ്ലൂ ലേക്ക് കണ്ടോ? അതുവഴി നോക്കിയോ, ബ്ലൂ ലേക്ക്. നമ്മളിനി നല്ല ഹൈറ്റിലേക്കാണ് കയറാൻ പോകുന്നത്. നല്ല മിസ്റ്റ് വരുന്നു. ഇന്നലെ സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. താമസമുണ്ടോ? അവിടെ ഉണ്ടാവും.
1 feet എന്തായാലും ഉണ്ടോ? ആ അതെ പറഞ്ഞ താഴെ വന്നു. നല്ല സ്പീഡല്ലേ താഴേക്ക് നമ്മൾ. ആ ആ നല്ല വണ്ണം ഉണ്ടല്ലോ കേജ്. സ്നോ ബ്രൗൺ ആണെന്ന് മാത്രമല്ല അതിലിങ്ങനെ ഒരു ഇത് കണ്ടില്ലേ, എന്താണ് വരകൾ പോലെ അല്ലേ? എന്തായിരിക്കും അത്? അവലാഞ്ച് പോലെ ചെറുതായിട്ടൊക്കെ സംഭവിച്ചതാണ്. അടുത്ത് ഒരെണ്ണം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. So this is the highest station. Oh yeah, there is one more. After that that's another cable car. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേബിൾ കാറിൽ കൂടെ പോകും. ഇത് അല്ല ഹയസ്റ്റ് സ്റ്റേഷൻ, അടുത്തത് വരും. ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ, ഒഴുകി വീണിരിക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് നമ്മളൊരു ബസ് എടുക്കും. ആ ബസ്സിന് ശേഷം വീണ്ടും ഒരു കേബിൾ കാർ കൂടിയുണ്ട്. അതോടെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷന് പുറത്തെത്തിയിരിക്കുന്നു. നമ്മുടെ ഗൈഡ് നിക്കിനോടൊപ്പം നടക്കുകയാണ്. ട്രോളി ബസ്. നമ്മളെത്തിയിരിക്കുന്ന ഉഞ്ചോ ടെറസിലാണ്. നമ്മൾ ഏറ്റവും താഴെ നിന്ന് വന്ന സ്ഥലമൊക്കെ ഇപ്പോൾ കാണുന്നത്. ഓരോ സ്റ്റേഷൻ എത്തുന്തോറും മഞ്ഞ് കൂടുന്നു, തണുപ്പ് കൂടുന്നു. അതെ, നല്ല കാര്യങ്ങളെല്ലാം ചിന്തിക്കുക, താഴെ വീഴുന്ന കാര്യം ആലോചിക്കാതെ. ഇവിടെ തിമിംഗലം കിടക്കുന്ന പോലെ ഒരു വലിയ മഞ്ഞ് പാളി കിടക്കുന്നു. അത് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് ബിൽഡിംഗ് പണിയുന്ന സമയത്ത് സ്നോ ലോഡ്, അതെ അങ്ങനെ ഒരു സാധനം കൂടി കാൽക്കുലേഷൻ ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഹൈറ്റ് കാണിക്കുന്നത്. നമ്മൾ പുറപ്പെട്ട് വന്ന സ്ഥലമെന്ന് പറയുന്നത് ഏറ്റവും താഴെയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കയറി പലതരത്തിൽ കയറി ഇതാ ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൻ്റെ തൊട്ട് താഴെ, അതായത് 2316 മീറ്റർ വരെ എത്തി നിൽക്കുന്നു. 3700 മീറ്ററിനടുത്ത് നമ്മൾ എത്തും. ഇനിയിപ്പോൾ 1-2 യാത്രാ മാർഗ്ഗങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ ഏകദേശം അത്രയും ഉയരത്തിലെത്തും. നമ്മളിനി വീണ്ടും അടുത്ത സംവിധാനത്തിലേക്ക് പോവുകയാണ്. ബസ്സാണെന്നാണ് കേട്ടത്. അതെ, ഇത് ബസ്സാണ്. ബസ്സിലേക്ക് പോകുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ സ്നോ കോറിഡോറിലേക്കാണ് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അങ്ങോട്ടുള്ള ബസ്സിൽ നമ്മൾ ഒരു തുരങ്കം താണ്ടി പോവുകയാണ്. ഒരു ബസ് ഇവിടുന്ന് ഉണ്ടല്ലോ. ഇതിലുണ്ട്, സത്യം. ഒരു ബസ് തിരിച്ചിങ്ങോട്ട് വരുന്നു. കറക്റ്റ് ആ സമയത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലവുമുണ്ട്. 2 ബസ്സുകൾ വരുന്നു. ഇലക്ട്രിക് ബസ്സുകളാണ്. മേൽഭാഗത്ത് ട്രെയിനിലേതുപോലെ നമുക്ക് ഇലക്ട്രിക് ലൈനിൽ ടച്ച് ചെയ്ത് പോകുന്ന കാണാം. അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ ഹൈലാൻഡ് ബസ്സിലാണ് പോകുന്നത്.
ഓ ഇവിടെ എന്താ ആളാ ഇത്? അതെ. ഈ സ്റ്റേഷനിലൊക്കെ നിറച്ച ആളിരിക്കുന്നു. ഓരോരുത്തർക്കും പോകാൻ ഓരോ സമയമൊക്കെ ഉണ്ട്, ഓരോ ഗ്രൂപ്പിനൊക്കെ, ഓരോ ബസ്സുകൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇനി നമ്മൾ സ്നോ കോറിഡോറിലേക്കാണ് പോകുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഷൂ മാറ്റി ഈ ഒരു ബൂട്ടിടാം വേണമെങ്കിൽ. പക്ഷേ നമ്മൾ പാമ്പാടിയിലെ മഞ്ഞിൽ വളർന്നവനായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ഇതൊക്കെ ഫുൾ മിസ്റ്റാണ്. ഇതുവഴി ഒരു 500 മീറ്റർ പോകുമ്പോൾ നമ്മൾ സ്നോ വോളിലെത്തും. 2 സൈഡിലും മഞ്ഞ് ഭിത്തികൾ നിൽക്കുന്ന സ്നോ വോൾ. അവിടെ നടന്ന് കുറച്ച് കാഴ്ചകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഈ ബസ്സിൽ കയറി സ്നോ വോളിനുള്ളിലൂടെ ബസ്സിൽ പോകും. അത് ഉള്ള ബസ് നമുക്ക് കിട്ടുന്ന സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, 3:20-നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നുപോയി സ്നോ വോൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്നോ വോളിൻ്റെ ആദ്യത്തെ കാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ ഈ സ്നോ റിമൂവ് ചെയ്തതുപോലെ ഒരു വോള് പോലെ ആക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. 2 ബുൾഡോസേഴ്സ് ഫോർ സ്നോ റിമൂവൽ ആർ യൂസ് ടു ഡിഗ് ഡൗൺ ദ വാലി. അങ്ങനെ ഡിഗ് ചെയ്താണ് ഇതുപോലെ ഈ റോഡ് സർഫസിലേക്ക് എത്തിക്കുന്നത്. ചെത്തിയെടുത്തതുപോലെ വളരെ കൃത്യമായിട്ട് ഒരു മതിൽ പണിയുന്ന പോലെ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. തന്നെയല്ല ഇവിടെ ഒന്നും ഒരു തരി സ്നോ ഇല്ല. കൃത്യമായും ആ ഒരു വോളിലാണ് സ്നോ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നടന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ ബസ്സിൽ കയറി നമ്മളൊരു യാത്ര പോകും. അതാണ് ഇനിയുള്ള പരിപാടി. ആൽപൈൻ റൂട്ട് പ്ലെയിൻ ഡീസൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള പോയിൻ്റ്, ഈ സ്നോ വോളിൻ്റെ. എന്നാൽ തന്നെയല്ല ഇവിടം കൊണ്ട് സ്നോ വോളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. ഇവിടം വരെയാണ് നമുക്ക് നടന്നു വരാവുന്നത്. ഇവിടം കൊണ്ട് ഇപ്പം നന്നായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഫോഗൊക്കെ ഒന്ന് മാറി അങ്ങ് നമ്മൾ വന്ന് ഇറങ്ങിയ സ്റ്റേഷൻ കാണുന്നു. ഒരു ആൽപൈൻ റൂട്ട് ബസ് കടന്നു വരുന്നു. ഫുൾ തെളിഞ്ഞു. വെൽക്കം ടു ചാറ്റിയാമ കുറുബി ആൽപൈൻ റൂട്ട്. ഇത് ഈ സ്നോ കട്ട് ചെയ്യുന്ന വലിയ മെഷീനിലൂടെ കിടക്കുന്നു. അതിൻ്റെ ടയറുണ്ട്. ടയറിൽ ചെയിൻ ഇട്ടിട്ടുണ്ട് മഞ്ഞിൽ കൂടെ പോകാൻ. ഈ വലിയ സ്നോ ബോൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ കക്ഷികളാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്നൊരു മോമോ കഴിക്കുകയാണ്.
ഇതാണ് വാങ്ങിച്ച സാധനം. പിന്നെ നമ്മൾ ഇത് സാക്ഷാത്കരിച്ചു. സാക്ഷാത്കരിച്ചോ? ബെന്നിയാണ് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. ഐ ലവ് യു ബെന്നി, ഐ ലവ് യു. അപ്പോൾ നമുക്കിനി ആൽപ്പയിലോട്ടുള്ള യാത്രയാണ്. പിൻഭാഗത്ത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം. സ്നോ വാൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ സ്നോ വാളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ സ്നോ വാൾ കടന്ന് വെളിയിലെത്തി നമ്മുടെ ബസ്സിൽ കയറി തിരിച്ചു പോകും. ഇതാ സ്നോ വാളിൻ്റെ ഗംഭീരമായ ദൃശ്യം. സ്നോ വാളിൻ്റെ ഹൈറ്റ് കൂടി വരുന്നു. ഇവ രണ്ട് വശത്തും ഉയർന്ന സ്നോ വാളാണ്. നല്ല രസമുണ്ട് കേട്ടോ. ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ രസമുണ്ട്. നമ്മൾ നടന്നു വന്ന വഴികളാണ്. ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ആരെയും കാണാത്തത്. This place is too grass